where Jesus washes or washes the feet of his disciples, and he gives them his idea of ministry is not about being served. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇത് പരസ്പരം ചെയ്യണമെന്ന്. അവര് 12 പേര് തന്നെയാണ്. ഇത് സഭ മൊത്തമായിട്ട് ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ്. And this is something we have to think that when we think of church as an exclusive club, a group of people who are trying to have some additional privileges. Exodus chapter 34, beginning to read at verse 18. You shall keep the festival of unleavened bread. 7 days you shall eat unleavened bread. യേശുവിനോട് കുളിച്ചവനെ കാലുകൾ മാത്രമല്ലാതെ കഴുകേണ്ട ആവശ്യമില്ല. അവൻ സർവാംഗശുദ്ധനാകുന്നു. നിങ്ങളും ശുദ്ധിയുള്ളവരാകുന്നു. എങ്കിലും എല്ലാവരും അങ്ങനെയില്ല എന്ന് പറഞ്ഞു. യേശു തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരുന്നത് കൊണ്ടാണ് നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത്. അദ്ദേഹമാകട്ടെ അവരുടെ കാൽ കഴുകിയതിനു ശേഷം തന്റെ മേൽ വസ്ത്രങ്ങൾ ധരിച്ച് പന്തിയിലിരുന്നു. ഞാൻ നിങ്ങളിൽ പ്രവർത്തിച്ചതുപോലെ തന്നെ നിങ്ങളും പ്രവർത്തിക്കാനായിട്ട് ദൃഷ്ടാന്തത്തെ ഞാൻ നൽകിയിരിക്കുന്നു. അവന്റെ ദയയാൽ ഞങ്ങൾ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വലപോലെ Clergy, I welcome you all and thank you very much for your presence. സഹോദര വന്നിട്ടുള്ള എല്ലാവരെയും സമയത്തെ സ്വാഗതം ചെയ്യുന്നു.